Hello friends, welcome to Jaicys Creative Designs. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കട്ട് ബീഡ്സ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ വീനക്ക് ഡിസൈനർ കുർത്തിയാണ്. ബൊട്ടിക്കിലൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ഡിസൈനർ കുർത്തിക്ക് നല്ല കോസ്റ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കട്ട് ബീഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഈ ഇതുപോലത്തെ വർക്ക് ചെയ്യാവുന്നതാണ്. ഈ കാണുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കുർത്തിയുടെ ഒരു ഡ്രോയിങ് പാറ്റേൺ. വി നെക്കിൽ ഇതുപോലെ ലീവ്സ് വരുന്നത് പോലെയാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 7 ഇഞ്ചസും വിഡ്ത്ത് 4.5 ആണ്. എന്നിട്ട് ഞാൻ ഈ സെയിം പാറ്റേൺ നമ്മളുടെ ക്ലോത്തിലും ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തേക്കുന്നത് ഹണി കളറുള്ള കട്ട് ബീഡ്സ് ആണ്, അല്ലെങ്കിൽ സല്ലി എന്നൊക്കെ പറയുന്ന ബീഡ്സ് ആണ്. ഞാനിവിടെ ആദ്യം സ്റ്റെമ്മാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നീഡിൽ ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി ആ നീഡിലേക്ക് ഒരു 2 അല്ലെങ്കിൽ 3 കട്ട് ബീഡ്സ് നമുക്ക് ഒന്നിച്ചൊന്ന് കോർത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 കട്ട് ബീഡ്സാണ് ഒന്നിച്ചെടുത്തേക്കുന്നത്. ഇനി ഞാൻ ബീഡ്സ് ഒന്ന് സ്ട്രെയിറ്റ് പിടിച്ചിട്ട് താഴേക്കൊന്ന് നീഡിൽ കുത്തിയെടുക്കുവാണ്. ഇനി ആ ലാസ്റ്റ് ബീഡിൻ്റെ ബാക്കിൽ നിന്ന് നമ്മൾ നീഡിൽ ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കും. എന്നിട്ട് ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിൽ ഇതേപോലെ ഒന്ന് കടത്തിയെടുക്കണം. എന്നിട്ട് വേണം അടുത്ത ബീഡ് നമ്മൾ ഈ നീഡിലേക്ക് കോർത്തെടുക്കാനായിട്ട്. ഇനി നമ്മൾ വീണ്ടും ഇതേപോലെ ബീഡ്സ് എടുത്തിട്ട് സ്ട്രെയിറ്റ് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ആ ലൈൻ കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കണം. ഇനി ലീവ്സും നമ്മൾ ഈ സെയിം കട്ട് ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് ഇതേപോലെ നീഡിലൊന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് ഒരു 4 കട്ട് ബീഡ്സ് നമുക്ക് ഒന്നിച്ച് കോർത്തെടുക്കാം. ഇതേപോലെ ബീഡ്സ് ഒന്നിച്ചെടുത്തിട്ട് ആ ലീഫിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ആ ബീഡ്സ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊരു സ്ലാൻഡിങ് പൊസിഷനിൽ വെച്ച് കൊടുക്കണം. എന്നാലേ അതിൻ്റെ ആ ഷേപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നമ്മൾ ഫസ്റ്റ് ബീഡില്ലേ അതിൻ്റെ ഹാഫിൽ നിന്ന് വേണം നമ്മൾ നീഡിൽ കുത്തിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഷേപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇനി വീണ്ടും 4 ബീഡ്സ് തന്നെ കോർത്തെടുത്തിട്ട് സ്ലാൻഡിങ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കണം. അതേപോലെ ഒരു 4 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 5 പ്രാവശ്യം വെച്ച് കഴിയുമ്പം ആ ഒരു ലീഫ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ചെയ്ത അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും സെയിം ചെയ്ത് കൊടുക്കണം.
ഇനി ആ ലീവ്സിൻ്റെയൊക്കെ ഇടയ്ക്ക് നമുക്ക് ഓരോ കട്ട് ബീഡ്സും കൂടെ സ്ലാൻഡിങ് ആയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. കുർത്തിയുടെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പം ഈ ഒരു ലുക്കിലേക്കാണ് നമ്മുടെ കുർത്തി വരിക. പാർട്ടിക്കൊക്കെ ആണെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലത്തെ കുർത്തി ഇടാം. നല്ല ഷൈനിങ് ആണ് കേട്ടോ അതിൻ്റെ ബീഡ്സൊക്കെ വരുമ്പോഴത്തേക്ക്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ജെയ്സിസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. താങ്ക് യു.